ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരാച്ചുണ്ട് സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ദിനമായിരുന്നു ഇന്ന്. കഴിഞ്ഞ 365 ദിവസം ദിവികാരണത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ്. ഈ മലയോര മേഖലയുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മഞ്ഞത്തും മഴയത്തും കാറ്റത്തും പരീക്ഷാ ദിവസങ്ങളിലുമൊക്കെ രാവിലെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ദിവികാരണ ത്തിൽ ഏറ്റവും സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. താമരശ്ശേരി രൂപതാധ്യക്ഷനായിട്ടുള്ള മാർ റെമിജോസ് ഇഞ്ചനാലി പിതാവാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സമ്മാനമായ ഒരു സൈക്കിൾ നൽകിക്കൊണ്ട് അവരുടെ ഈ ത്യാഗത്തെയും അതോടൊപ്പം തന്നെ ദിവികാരണത്തോടുള്ള അവരുടെ ഭക്തിയെയും ഒക്കെ വിലമതിച്ചത്. പിതാവിൻ്റെ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് വചന സന്ദേശവും മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ച ഈ ഇടവകയുടെ വികാരിയായിട്ടുള്ള ഫാദർ വിൻസെൻ്റ് കണ്ടത്തിലച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ആദരിക്കുകയും ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഈ ചടങ്ങിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഈ കുഞ്ഞുങ്ങളുടെ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രത്യേകം ചേർന്ന് നിന്ന് ദൈവത്തിൽ കൃതജ്ഞതയർപ്പിക്കുന്നതിനെല്ലാം ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ ദൈവർക്ക് നന്ദി പറയുക. എല്ലാവരെയും ദൈവം ദൈവത്തോടെ ഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. 28 പേര് നമ്മുടെ ജൂബിലികളുടെ കൂടെ ചേർന്ന് ഉള്ള ഒരു പ്രോഗ്രാം. അതിൽ 28 ദിവസവും നിങ്ങൾ ദേവാലയത്തിൽ വന്നാൽ നിങ്ങൾക്ക് സമ്മാനം പ്രത്യേകമായി ഉണ്ടാകും. ഒരു മനോഹരമായ ഒരു സാക്ഷ്യമാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അച്ഛൻ്റെ ശക്തമായ നേതൃത്വമാണ് നമുക്ക് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകമായി പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്. ഈ നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും മതപരമായ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വമല്ലോ അച്ഛൻ നൽകുന്നത്. അച്ഛനെ പോലെ ലഭിക്കുന്നതയുള്ള ഒരു വൈദികനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ജൂബിലിയോട് ചേർന്ന് അയച്ചു തന്ന ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് അറിയിക്കാം. കൂരാച്ചുണ്ട് ഇടവകയ്ക്ക് ഇതൊരു അഭിമാന നിമിഷമാണ്. കൂരാച്ചുണ്ട് ഇടവകയിലെ 28 കുട്ടികൾ ഒരു വലിയ ചലഞ്ച് പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഒരു വർഷം മുൻപ് കുട്ടികളോട് ഒരു ചലഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു വർഷം മുഴുവനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ആ ചലഞ്ച്. നമ്മുടെ രൂപതയിൽ നടപ്പിലാക്കുന്ന യൂക്കരിസ്റ്റിക് ആർമി എന്ന ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ചലഞ്ചിനെ കുറിച്ച് ഞാൻ മക്കളോട് പറഞ്ഞത്. ഒരു വർഷം മുഴുവനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് സൈക്കിൾ സമ്മാനമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 1 ആരംഭിച്ച ചലഞ്ച് മെയ് 31 പൂർത്തിയാക്കുമ്പോൾ 28 കുട്ടികൾ ആ ചലഞ്ച് പൂർത്തിയാക്കി സമ്മാനത്തിന് അർഹരായി. അന്ന് പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് ജൂൺ 7 അഭിമന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിക്ക് ശേഷം ആ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ സൈക്കിൾ സമ്മാനമായി നൽകുകയും ചെയ്തു. എൻ്റെ പേര് ജുവൽ മരിയ മനോജ്. എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് അടുപ്പിച്ച് വന്നതോടെ എൻ്റെ കഴിവ് മെച്ചപ്പെടുത്താനും എനിക്ക് നല്ലോണം പഠിക്കാനും എനിക്ക് കുറേ അനുഗ്രഹം കിട്ടാനും സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ദൈവത്തോടും ഞാൻ നന്ദി പറയുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളെയും സിസ്റ്ററായ വിനീത സിസ്റ്ററെയും വിൻസെൻ്റ് അച്ഛനെയും ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ പേര് സാവിയോ സാജു. ഈ ഒരു വർഷ ചലഞ്ചിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏകദേശം ജൂൺ 3 ഈ ചലഞ്ച് ആരംഭിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം വിൻസെൻ്റ് അച്ഛൻ കാരണമാണ് ഞാൻ ഈ ചലഞ്ചിൽ പങ്കെടുത്തത്. യൂണിറ്റ് പ്രാർത്ഥനയ്ക്കായി വിൻസെൻ്റ് അച്ഛൻ എത്തിയപ്പോൾ വരികയല്ലേ എന്ന് പേര് ചൊല്ലി വിളിക്കുകയുണ്ടായി. വരാമെന്ന് വാക്ക് കൊടുത്തെങ്കിലും എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാലും അച്ഛൻ്റെ പ്രാർത്ഥനയാലും
അതെനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ 28 പേരുടെയും ഒപ്പം നിൽക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനിക്കാം. കാരണം ഇവരുടെ എല്ലാം കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നത് ഞാനാണ്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ചലഞ്ചായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇതിനെ കാണുന്നത്. വികാരിച്ചിൻ്റെയും കൊച്ചച്ഛൻ്റെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും കൈക്കാരന്മാരുടെയും ഇടവക ജനത്തിൻ്റെ മുഴുവനും പിന്തുണയും വലിയ ഒരു പ്രാർത്ഥന സഹായവും ഈ ഒരു ചലഞ്ച് പൂർത്തിയാക്കാൻ മക്കൾക്ക് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ മക്കളെ ദേവാലയത്തോടും അൾത്താരയോടും വിശുദ്ധ കുർബാനയോടും ചേർത്ത് നിർത്താനുള്ള ഈ ഒരു വലിയ പദ്ധതി അത് കുട്ടികളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഒരുപാട് വെല്ലുവിളികളും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളും ആ മക്കൾക്ക് ഈ ചലഞ്ച് പൂർത്തിയാക്കാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി വിശുദ്ധ കുർബാനയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ബോധ്യത്തിലേക്ക് അവർ വളർന്നപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ചലഞ്ചിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയുടെ ഭാഗമാകുവാനും അവർക്ക് സാധിച്ചു. അവർക്ക് സമ്മാനമായി അഭിമന്യ പിതാവ് ഇന്ന് സൈക്കിൾ സമ്മാനിക്കുകയും ചെയ്തു. ഈ ചരിത്ര നിമിഷത്തിന് ഒരുപാട് പേര് സാക്ഷികളായിരുന്നു. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ മക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അടുത്ത വർഷത്തേക്കുള്ള ചലഞ്ച് ജൂൺ 1 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 29 കുട്ടികൾ ഇപ്പോൾ ആ ചലഞ്ചിൽ പങ്കെടുക്കുന്നുണ്ട്. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഏറ്റവും വർണ്ണാഭമാകുന്നതിൻ്റെ പ്രതീകമാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് വലിയ പരമമായ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ ഇടവകയിലുള്ള മാതാധ്യാപകർക്കും വികാരിയച്ഛനും സിസ്റ്റേഴ്സിനും ഒക്കെയുണ്ട്. അതിൻ്റെ ഒരു സമുജ്വലമായിട്ടുള്ള ഒരു പൂർത്തീകരണമായിരുന്നു 365 ദിവസവും ഈ വിദ്യാർത്ഥികൾ പള്ളിയിലേക്ക് എത്തുകയും ദിവികാരണത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തത്. യൂക്കരിസ്റ്റിക് ആർമി എന്നുള്ള ഈ പ്രോഗ്രാമിനെ വെല്ലുവിളിയോടെ കുട്ടികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സന്തോഷകരമാണ്. കാരണം സഭയോടും സഭാത്മക ജീവിതത്തോടും ചേർന്ന് നിന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക, പിന്നീട് അവർ ഏതെല്ലാം മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാലും ഈശോയുടെ കൂടെയാണ് അവർ സഞ്ചരിക്കുന്നുള്ള ഒരു തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളും മതാധ്യാപകരും വൈദികരുമൊക്കെ പുതുതലമുറയെ യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുക എന്നുള്ള ഒരു നല്ല സന്ദേശം കൂടിയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഈ ആധുനികാന്തര കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയോടും സഭാ ചൈതന്യത്തോടും ചേർന്ന് നിന്ന് വളരുന്ന പുതുതലമുറയെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പഠനവുമായി ബന്ധപ്പെട്ട് അവർ ദൂരെ എവിടെ പോയാലും അവരുടെ ജീവിതത്തിൽ ആ വേരും ചൂരുമൊക്കെ ചേർന്നിരിക്കുന്നത് ഈ ക്രൈസ്തവ ചൈതന്യത്തോടും ക്രൈസ്തവ ദർശനങ്ങളോടുമൊക്കെ ചേർന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് എല്ലാ ഇടവകളും ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ ഏറ്റെടുക്കണമെന്നും മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം നൽകണമെന്നാണ്. പഠനത്തോടും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക കാര്യങ്ങളിലുമൊക്കെ ഈ പ്രോത്സാഹനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ സൈക്കിൾ നൽകിയപ്പോൾ അതൊരു വെല്ലുവിളിയായി കുട്ടികൾ ഏറ്റെടുക്കുകയും ആ പ്രോത്സാഹനം കുട്ടികൾക്ക് ജീവിതത്തിലുടനീളം അവർക്ക് വലിയ ചൈതന്യമായി വർദ്ധിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, പുതിയ കാലഘട്ടത്തിന് പ്രചോദനമാകുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.